ഈ ഒരു സൈക്കിളാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവരതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് നമുക്ക് ട്രെയിനിങ് തന്നതിന് ശേഷം മാത്രമേ സൈക്കിൾ തന്നു വിടുള്ളൂ. ഇത് സ്നെല്ല് സ്മൂത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഫുള്ളി അലോയ് ഫ്രെയിമാണ് വരുന്നത്. ഫ്രെയിമിന് നമുക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് അലോയ് ഫ്രെയിമിന് വരുന്നത്. ഇതിൽ ഗിയേഴ്സ് വരുമ്പോൾ നമുക്ക് 21 സ്പീഡ് ഗിയേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഗിയേഴ്സ് വരുമ്പോൾ ഷിമാനോ ഫ്രണ്ടും ബാക്കും ടൂർണി ഗിയർ ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത്. നോർമലി കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ഷിഫ്റ്റ് ആണ് ഷിമാനോ വരെ വരുന്നത്. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ ഞാൻ ചേട്ടന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 1, 2, 3 ഈ 3 ഗിയർ ആണ് ഗിയർ സൈക്കിളിന്റെ മെയിൻ ഷിഫ്റ്റേഴ്സ്. ഇതിൽ 1 യൂസ് ചെയ്യണത് നമുക്ക് ഹൈറ്റ് കയറാൻ വേണ്ടിയിട്ടാണ്. 1 ഈസി ആയിട്ട് നമുക്ക് തേരി കയറാൻ വേണ്ടിയിട്ടാണ് 1 ഗിയർ യൂസ് ചെയ്യുന്നത്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോർമൽ റോഡിനാണ് 2 ഗിയർ യൂസ് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലെ മാക്സിമം സ്പീഡ് നല്ല ടൈറ്റ് ആണ്, മാക്സിമം നല്ല സ്പീഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഗിയേഴ്സിന്റെ സപ്പോർട്ട് ഗിയേഴ്സ് ആണ് ഈ 7 ഗിയേഴ്സ് വരുന്നത്. അപ്പോൾ 3 ഗിയേഴ്സിന്റെ സപ്പോർട്ട് ഗിയേഴ്സ് ആണ് ഈ 7 ഗിയേഴ്സ് വരുന്നത്. നമുക്ക് ഇവിടെ 1 വരുമ്പം 1ന്റെ കോമ്പിനേഷൻ ഗിയേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 1, 2, 3 ഗിയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. 1ന്റെ കോമ്പിനേഷൻ ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 ഗിയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതാണ് അതിന്റെ കോമ്പിനേഷൻ. ഇതിൽ 1, 1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ തേരിയാണ് യൂസ് ചെയ്യുന്നത്. 1, 2 എന്ന് പറയുമ്പോൾ ഒരു മീഡിയം തേരി, 1, 3 എന്ന് പറയുമ്പോൾ ഒരു നോർമൽ തേരി. അപ്പോൾ 1ന്റെ കോമ്പിനേഷൻ നമുക്കിവിടെ 3 ഗിയേഴ്സ് വരെ യൂസ് ചെയ്യാം. അപ്പൊ അത് ഏതൊക്കെയാണ്? 1, 2, 3. നമുക്ക് നോർമലി ചേഞ്ച് ചെയ്യണം. നമ്മൾ ഷിഫ്റ്റേഴ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് നേരെ 2ലോട്ട് വരാം. 2 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് റോഡ് ആയുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഗിയർ യൂസ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ഗിയറിന് 3 പർപ്പസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അത് ഗിയേഴ്സ് വരുമ്പം 3, 4, 5 ഓരോ ഗിയേഴ്സിനും ഓരോ 3 ഗിയേഴ്സ് വെച്ച് കോമ്പിനേഷൻ ഗിയേഴ്സ് ഉണ്ട്. ഈ കോമ്പിനേഷൻ ഗിയേഴ്സ് മാറുമ്പോഴാണ് കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 2 എന്തിനാണ് സാർ യൂസ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് റോഡിനാണ്. അപ്പൊ 2 ഗിയേഴ്സ് വരുമ്പോൾ നമുക്ക് അതിന്റെ കോമ്പിനേഷൻ ഗിയേഴ്സ് ഏതൊക്കെ വരും? 3, 4, 5. ഓക്കെ. 1ന്റെ ഏതൊക്കെ വരും? 1, 2, 3. ഓക്കെ. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് 1ൽ നിന്ന് 2ലോട്ട് പോകാനുള്ള ഒരു പാരലൽ ആയിട്ട് വരുന്ന ഒരു ഗിയേഴ്സ് ആണ് മെയിൻ ഗിയേഴ്സ് 3 എന്ന് പറയുന്നത്. അപ്പൊ 1ന്റെ ഗിയേഴ്സ് 1, 2, 3, 2ന്റെ വരുമ്പോൾ 3, 4, 5 വരും. അതേപോലെ നമ്മൾ നേരെ 3ലോട്ട് വരികയാണ്. 3ന്റെ കോമ്പിനേഷൻ ഏതൊക്കെ ആയിരിക്കും? 5, 6, 7. ഇതാണ് കോമ്പിനേഷൻ. നമുക്കിപ്പോ നോർമലി സാർ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തപ്പോ നമ്മൾ 3ൽ 7ലാണ് നിൽക്കുന്നത്. നമുക്ക് തിരിച്ച് ബാക്കിലോട്ട് പോകണം. ഇപ്പൊ 3, 7ലേക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുള്ളത് 7ൽ നിന്ന് നേരെ 5ലോട്ട് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഈ പർപ്പസ് ആണ് ഗിയർ യൂസ് ചെയ്യണത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് സൂമിന്റെ സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ കണ്ടന്റ് ഇതിന്റെ അകത്ത് വീഴാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം ഇതിന്റെ അകത്ത് ഡിസ്ക് ബ്രേക്ക് പേഡ് വരുന്നതുകൊണ്ട് ഇതിന്റെ അകത്ത് ഓയിൽ കണ്ടന്റ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് നോർമൽ ബ്രേക്ക് പോലെ ഇതിൽ ബ്രേക്ക് കിട്ടത്തില്ല. നോർമലി നമുക്ക് അത് ഫുൾ സെറ്റ് മാറാനേ പറ്റുള്ളൂ. മാറുമ്പോൾ ഈ കാലിപ്പർ മാറേണ്ടി വരും, ഡിസ്ക് പ്ലേറ്റ് മാറേണ്ടി വരും. അപ്പൊ മാക്സിമം സർവീസ് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഓയിൽ കണ്ടന്റ് വീഴാതിരിക്കാൻ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് നോർമലി ചെക്ക് ചെയ്യുക. പിന്നെ ഗിയർ സൈക്കിൾ ചെയ്തുവിടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നോർമലി ഇരിക്കുന്ന സൈക്കിൾ ഒരിക്കലും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പാടില്ല. ഇരിക്കുന്ന സൈക്കിൾ നോർമൽ ഒരിക്കലും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഞാൻ ഇപ്പൊ സാർ എവിടെയും സൈക്കിൾ വെച്ചിട്ട് പോവുകയാണ്, ആരെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പോ നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി വന്ന് സ്റ്റാൻഡ് മാറ്റിയിട്ട് എടുക്കുമ്പോൾ ഇത് ഏത് ഗിയേഴ്സിലാണോ ഇത്രയും ഡിസ്റ്റൻസ് ആ ഗിയേഴ്സ് കയറി പോകും. അപ്പൊ നമ്മൾ ഫോഴ്സ് ചെയ്ത് ടപ്പൻ സ്റ്റാൻഡ് മാറ്റി നമ്മൾ ഫോഴ്സ് ചെയ്ത് ചവിട്ടുമ്പോൾ ഈ ഗിയേഴ്സ് എല്ലാം കൂടെ കയറി ടൈറ്റ് ആണ്. അങ്ങനെയാണ് ഗിയർ കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതൽ. നോർമലി ഇരിക്കുന്ന സൈക്കിൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. തേറി കയറുമ്പോൾ എണീറ്റ് ഇന്ന് ചവിട്ടാൻ പാടില്ല. സാർ ഇപ്പൊ നല്ലൊരു ക്ലൈംബ് കയറിക്കണം. ഒന്നി സാർ ഒരു സ്ട്രൈറ്റ് ആയ റോഡിൽ നിന്ന് വന്നിട്ട് നോർമലി ഷിഫ്റ്റ് ചെയ്ത് ആ തേറി കയറി പോവാം. തേറി ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം അത് നോക്കുക. പിന്നെ ഗിയർ സൈക്കിൾ നമ്മൾ പുറകിലോട്ട് ഇങ്ങനെ കറക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകും, നമ്മൾ ബാക്കിലോട്ട് ചുമ്മാ ഇരുന്ന് കറക്കാം. കാരണം ഗിയർ സൈക്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുള്ളതാണ്. ഗിയർ സൈക്കിൾ പുറകോട്ട് കറക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഗിയർ അറിയാത്ത ആർക്കെങ്കിലും ഗിയർ സൈക്കിൾ കൊടുക്കാതിരിക്കാൻ നോക്കുക. കാരണം മാക്സിമം കംപ്ലൈന്റ് ആണ് പിള്ളേർക്ക് ആർക്കും ഇത് അറിഞ്ഞൂടാ. ആർക്കായാലും ഗിയറിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ അറിയാതെ അവർ യൂസ് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. അത് സൈക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സൈക്കിൾ അങ്ങനെ ചെയ്യുമ്പോൾ സാർ ഇപ്പൊ നോക്കിയേ, സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേ ഓരോ ഗിയേഴ്സും ഓരോന്നിലോട്ട് കണക്ട് ചെയ്ത് പോകത്തുള്ളൂ. നമ്മൾ ഇരിക്കുന്ന സൈക്കിളിൽ ഇത്രയും ചെയ്താൽ ഇത് കംപ്ലൈൻസ് ആണ്. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സൈക്കിൾ മാത്രം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി.